അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണഗതിയിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കാച്ചുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. അപ്പോൾ ഏത് പൂച്ചയാണ് കാച്ചുവെള്ളത്തിൽ വീണിരിക്കുന്നത്? നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണകക്ഷിയായ CPIM കാച്ചുവെള്ളത്തിൽ വീണിരിക്കുകയാണ്. ഈ പൂച്ച ഇപ്പോൾ ഒരു കുഴിയിൽ അല്പം പച്ചവെള്ളം എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടാലും ഈ പൂച്ചക്ക് ഭയമാണ്. അപ്പോൾ വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ എവിടെ എന്ത് കണ്ടാലും ഈ പൂച്ചക്ക് ഭയങ്കര ഭയമാണ്. ഇത് ഈ CPIM-നെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടിയാണ്, പദ്ധതിയാണ് എന്ന് തെറ്റിദ്ധരിക്കുക. ഈ തെറ്റിദ്ധാരണയ്ക്ക് പിന്നില് കാര്യകാരണങ്ങൾ ഉള്ളിൽ നിന്നും ഊഹിച്ചെടുത്തുകൊണ്ട് കാലാകാലങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ശത്രുക്കൾക്ക് നേരെ ആഞ്ഞടിക്കുക. ആ ശത്രു ആരാണെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് പറയുന്നു, SDPI ആണെന്ന് പറയുന്നു. ഈ ശത്രുക്കൾക്ക് നേരെ ആഞ്ഞടിക്കുക പൊതുജന മധ്യത്തിൽ. ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ പൊതുവെ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ ഉള്ള മതിപ്പ് ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെയാണ് ഈ പാർട്ടി നേതാക്കളുടെ ഏറ്റവും പുതിയ പദ്ധതി. ഇവർ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഇവർ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഇവർ നന്മയാണ് ജനങ്ങളുടെ മുൻപിൽ ചെയ്തത് എങ്കിൽ ജനങ്ങൾ തീർച്ചയായും ഇവർ വോട്ട് ചെയ്യും. ആദ്യം ഒരു തവണ അധികാരത്തിൽ കയറി വീണ്ടും ജനങ്ങൾ അതേ കക്ഷിയെ തന്നെ ചില കാര്യങ്ങളിൽ വന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് വീണ്ടും അധികാരത്തിൽ കയറ്റിയില്ലേ? പിന്നെ എന്തിനാണ് മറ്റ് സാമുദായിക സംഘടനകൾക്കൊപ്പം പോകുന്നത്, അവരുടെ പിന്നാലെ നടക്കുന്നത്? സുന്ദരിയായ പെൺകുട്ടിയുടെ പിന്നാലെ കാമുകൻ നടക്കുന്നത് പോലെ ഇങ്ങനെ പ്രേമാഭ്യർത്ഥന നടത്തി പിന്നാലെ നടക്കുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിൽ തുടരാം, അധികാരത്തിൽ പിടിച്ചു നിൽക്കാം. പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ കൂടെ പോകുന്നത്? അങ്ങനെ പോകുമ്പോൾ അവർ പുറങ്കാല് കൊണ്ടടിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നു. എന്തും പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്? അവർ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരും അതനുസരിച്ച് മരണപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തെ തീവ്രവാദവൽക്കരിച്ചുകൊണ്ടും ഭീകരവൽക്കരിച്ചുകൊണ്ടും ഒക്കെ അവരെ ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ അപമാനിക്കില്ല, ആക്ഷേപിക്കില്ല, ഞങ്ങൾ നിങ്ങളെ പ്രശംസിച്ചോളാം എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? അവരുടെ മൂല്യം നഷ്ടപ്പെടുന്നു. ജനമധ്യത്തിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ, ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന രീതിയിലായി. ഇന്നിപ്പോൾ അവരുടെ കോഴിക്കോട് ജില്ലാ കാര്യവാഹക് എന്താണ് പറയുന്നത്? CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കാര്യവാഹക് എന്താണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം പറഞ്ഞത്? 100% മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത വിഷം ചീറ്റുന്ന പരാമർശങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെയൊക്കെ അപമാനിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരിക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രഹസ്യമായി നിങ്ങളെ പ്രശംസിച്ചു കൊള്ളാം. ഇതാണ് അവരുടെ ബോഡി ലാംഗ്വേജ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടിട്ടാണോ ഇവർ പാർട്ടി ഉണ്ടാക്കിയത്? SDPI-യെ കണ്ടിട്ടാണോ ഇവർ പാർട്ടി ഉണ്ടാക്കിയത്? പോപ്പുലർ ഫ്രണ്ടിനെ കണ്ടിട്ടാണോ ഇവർ പാർട്ടി ഉണ്ടാക്കിയത്? ഇവർ ഇപ്പോൾ പറയുന്നത് ഇവരുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ MEC7 എന്നൊരു വ്യായാമം നടത്തുന്ന ഒരു ബോഡി ഫിറ്റ്നസ് ക്ലബുണ്ട്, MEC7. ഈ MEC7-നെ ഈ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ആയിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഭീകരവൽക്കരിക്കുന്നു, വർഗീയവൽക്കരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം. കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട്, കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് MEC7 എന്ന ബോഡി ഫിറ്റ്നസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. സൈന്യത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു സൈനിക ഓഫീസറുടെ ശിക്ഷണത്തിന് കീഴിലാണ് ഈ MEC7 ബോഡി ഫിറ്റ്നസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. അവിടെ
ധാരാളം ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലിക്കാനൊക്കെ ആയിട്ട് വരുന്നു. 10 പേരിൽ തുടങ്ങുന്നു, 20 പേരായി, 100 പേരായി, 100 പേര് 1000 പേരായി, 1000 പേര് 5000 പേര്, അങ്ങനെ വർദ്ധിച്ചു വരുന്നു. മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു. അവിടെയും മെക്സവൻ കത്തിക്കയറുകയാണ്. അതായത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയുള്ള ക്ലാസ് എടുത്തുകൊണ്ട് ഈ സൈനിക ഉദ്യോഗസ്ഥൻ ഇവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ CPIM നേതാക്കളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ ഇവർ ഇത് ആസൂത്രിതമാണ്, ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയാണ്, പരിപാടിയാണ് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട്, എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ യാതൊരു തെളിവൊന്നുമില്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയാണ് എന്നും പറഞ്ഞ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കാര്യവാഹക P. മോഹനൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ ഉദ്ദേശ്യം വേറൊന്നുമല്ല, ഭൂരിപക്ഷ വർഗീയതയുടെ രക്തം തിളപ്പിച്ചുകൊണ്ട് ഏതായാലും ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് വോട്ട് കിട്ടില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കയറണമല്ലോ, അധികാരത്തിൽ കയറണമല്ലോ എന്ന ആശ, ഈ ആശ നിറവേറ്റാൻ വേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ കത്തിച്ചു നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഭീകരന്മാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ വോട്ട് തട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലാ കാര്യവാഹകന്റെ നേതൃത്വത്തിൽ ഇതിനെ വിവാദമാക്കുകയാണ്. ഇതൊരു മുസ്ലിം തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പദ്ധതിയാണ്. അതിലേക്ക് മറ്റ് ഇതര മതസ്ഥരെ എല്ലാം ആകർഷിച്ചുകൊണ്ട് പതുക്കെ ഇതൊരു ശക്തിയായി മാറാനുള്ള പദ്ധതിയും പരിപാടിയുടെ ഭാഗമാണ് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആരാണ്? P. മോഹനൻ. ഇദ്ദേഹത്തിന്റെ ഗതകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹം എപ്പോഴും എന്നും എക്കാലത്തും മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വിഷം ചീറ്റുന്ന ഒരു മാരകമായ വിഷപ്പാമ്പാണ് ഇദ്ദേഹം. ഇയാളെ ഇദ്ദേഹം എന്നൊന്നും വിളിക്കാൻ കൊള്ളില്ല. വായിൽ നിന്ന് വരുന്നത് അത്ര അസംബന്ധമാണ്. ഇപ്പോൾ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, സംഘപരിവാറിന് മുസ്ലിങ്ങളെ അടിക്കാനുള്ള വടി വെട്ടി ഒരുക്കി റെഡിയാക്കി കൊടുക്കുക. സംഘപരിവാരങ്ങൾ ഇത് ഇവിടുന്ന് സെൻഡ് ചെയ്ത് ദേശീയ തലത്തിലേക്ക് വ്യാപിക്കും. ഇദ്ദേഹം പടച്ചുവിട്ട ഈ ആരോപണം, കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മെക്സവൻ വ്യായാമ പരിപാടി നടക്കുന്നത് എന്നൊക്കെ ആരോപണം അടിച്ചുവിടുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജനങ്ങളോട്. PFI എന്ന സംഘടനയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സംഘടനയെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. സംഘടന പ്രവർത്തകർ, ആ പ്രവർത്തകർക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് പ്രവർത്തിക്കുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അവരുടെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും പുറത്തുണ്ട്. ഏതാനും ചില നേതാക്കൾ ജയിലിനകത്തുമാണ്. ഇന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ, 1957 കേരളം കണ്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് 100% നേതാക്കളും ഒളിവിലിരുന്നു കൊണ്ടാണ്. രംഗത്ത് ഇവർ വന്നാൽ അറസ്റ്റ് ചെയ്യും. അപ്പോൾ പോലീസ് അറസ്റ്റിനെ പേടിച്ചുകൊണ്ട് ഇവർ ഒളിവിലിരുന്നു കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് ഇവരുടെ നോമിനേഷൻ സ്വീകരിക്കാൻ ഈ ഒളിവിലിരിക്കുന്നവർ അവരുടെ നോമിനേഷൻ സ്വീകരിക്കില്ല എന്ന് അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ല, അന്നത്തെ കേന്ദ്ര നേതൃത്വം പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇവരുടെ എല്ലാം നോമിനേഷൻ സ്വീകരിക്കുകയായി. ഇവർ തീവ്രവാദികളാണെന്ന് ആരും ആരോപണം ഉന്നയിച്ചില്ല. എന്നാൽ തീവ്രവാദ ആരോപണം ഉന്നയിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങളാണ് ഇവർ ഒളിവിലിരുന്നു കൊണ്ട് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ആരും അവരെ തീവ്രവാദികളെന്ന് വിളിച്ചില്ല, ആക്ഷേപിച്ചില്ല. സാധാരണ ഏത് രാജ്യത്തായാലും ചില സംഘടനകളെ ചില കാലഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ നിരോധനം ഏർപ്പെടുത്താറുണ്ട്, നിരീക്ഷണം ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ചില ഡിമാൻഡുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് വിലക്കാറുണ്ട്. ഇതൊക്കെ ലോക സഹജമാണ്.
ഇതിപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന വിഭാഗത്തെ തീവ്രവാദി എന്നിങ്ങനെ വിളിച്ച് നിരന്തരം വിളിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിൽ CPIM നേതാക്കൾക്ക് മികച്ച മതിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് ശക്തിയായി ജയിച്ചു കയറണം. ഇപ്പോൾ ഇവർ ചെയ്യുന്ന അതിഭീകരമായ പിടിച്ചുപറിയാണ് പൊതുജനങ്ങളിൽ നിന്നും. പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ശക്തമായ പിടിച്ചുപറി. ജനങ്ങൾ 100% സർക്കാരിന് എതിരാണ്, മാനസികമായിട്ട് എതിരാണെന്ന് ഇവർക്കറിയാം. എന്നാൽ എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം. അതിന് ഭൂരിപക്ഷ വർഗീയതയെ ഉണർത്തിയേ പറ്റൂ. അതിന് മുസ്ലിങ്ങളെ ഭീകരവൽക്കരിച്ചേ പറ്റൂ. അങ്ങനെ ഭീകരവൽക്കരിക്കുന്ന പണിയാണ് ഈ മോഹനൻ എന്ന കോഴിക്കോട് ജില്ലാ കാര്യവാഹക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ പാർട്ടി പ്രവർത്തകരായ അലനും താഹയും ഭീകര പ്രസ്ഥാനവുമായി ബന്ധമുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയപ്പോൾ, അവർ പിടിക്കപ്പെട്ടപ്പോൾ അപ്പോഴും ഇവർ പറഞ്ഞത് മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ, SDPI പോലുള്ള സംഘടനകൾ, PFI എന്ന നിരോധിത സംഘടനയെ പോലുള്ള സംഘടനകളുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമിച്ചത്. ഇവരുടെ പാർട്ടി മെമ്പർമാരാണ്. അവരുടെ പാർട്ടി മെമ്പർമാർ തീവ്രവാദ സംഘടനയുടെ ഭാഗമായപ്പോൾ അപ്പോഴും ഇവർ ചെയ്തത് അതിൻ്റെ ഉത്തരവാദിത്തം മുസ്ലിം സംഘടനകളുടെ പെടലിയിൽ വെച്ച് കെട്ടുക. ഈ പരിപാടിയാണ് ഇവർ ചെയ്തത്. ഏതായാലും മോഡി ഗവൺമെന്റ് ഒരു ഉപകാരം ഇവർക്ക് ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ അതുമായി റിലേറ്റഡ് ആയിട്ടുകൊണ്ട് അവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഏതായാലും അതിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെട്ടു. ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ ഭീകരവൽക്കരിച്ച് കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ കൂടുതലായിട്ട് പറയാനുണ്ട്. ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു 10% പോലും പറഞ്ഞിട്ടില്ല. ഏതായാലും വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടം വെച്ച് അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.